നിമിഷപ്രിയയുടെ മോചനത്തിൽ സഹായ വാഗ്ദാനവുമായി ഇറാൻ മാനുഷിക പരിഗണനയിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചു. മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥനാണ് നിലപാട് വ്യക്തമാക്കിയത്. അർജുൻ പീതാംബരൻ നൽകിയ വിവരങ്ങൾ. അർജുൻ, ഏതൊക്കെ കോണിൽ നിന്നുണ്ടോ സഹായങ്ങളുണ്ടോ അവിടെ നിന്നെല്ലാം സഹായങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ കൂടി തേടുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സാധ്യമായത്. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ആശയവിനിമയം എങ്ങനെയാണ്? ഇറാന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർവമായ മറുപടിയാണോ ഉണ്ടായത്? അനുഭവപൂർവ്വമായിട്ടുള്ള മറുപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വധശിക്ഷ ശരിവെച്ചതിന് പിന്നാലെ തന്നെ പല തരത്തിലുള്ള നയതന്ത്ര ചർച്ചകൾ അത് പല ഘട്ടങ്ങളിൽ പല തലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയം ആ ചർച്ചകളെല്ലാം തന്നെ നടത്തുന്നു. ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ അമ്മ അവിടെ യമനിൽ ഉണ്ട് താനും. നിലവിൽ ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിലെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനോടൊപ്പം തന്നെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ, വിദേശകാര്യ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇറാന്റെ തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. എല്ലാ രീതിയിലുമുള്ള സഹായം ചെയ്തു നൽകാം, എല്ലാ സഹായങ്ങളും ഉണ്ടാവും, പിന്തുണ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇന്ത്യയോട് അറിയിച്ചിരിക്കുന്ന ഈ വിഷയത്തിൽ. ഈ ഒരു കേസിൽ അത് മാനുഷിക പരിഗണന അനുസരിച്ചായിരിക്കും, ഓൺ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ് എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ പിന്തുണകളും എന്തായാലും നൽകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിലടക്കം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. വിദേശകാര്യ വക്താവ് സ്റ്റേറ്റ്മെന്റ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. എന്തായാലും ഇന്ത്യ, പ്രത്യേകിച്ചും കേന്ദ്രം വിദേശകാര്യ മന്ത്രാലയം നയതന്ത്ര തലത്തിൽ ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ. അതിനിടയിൽ തന്നെയാണ് ഇറാന്റെ നിലപാട് കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. ശരി, നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടാമെന്ന വാഗ്ദാനമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.